ഹലോ വാട്ട്സ്ആപ്പ് ഗായ്സ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് 2 കുറേ പേര് വെയിറ്റിംഗ് ആണെന്നൊക്കെ കേട്ടു. അപ്പോൾ ഇന്ന് നമ്മൾ എന്തോന്നാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഓഫ് ക്യാമറയിൽ നിന്നിട്ട് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം സെറ്റപ്പാക്കി. എന്താണെന്ന് വെച്ചതാ ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളിവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീടിന് ചേർന്ന് വന്ന പോലെ. കിട്ടി നമുക്ക് നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്ക് കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കേവിനുള്ളിൽ പോയപ്പോൾ അതൊന്നും ബൈ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ കോളില്ലാലോ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, നമ്മളിങ്ങനെ വെച്ചിട്ട് ഒന്നിവിടെയും വേറൊന്നിവിടെയും വെച്ചിട്ട് അതാവുന്നില്ല, അതിങ്ങനെയല്ലേ. എനിക്ക് തോന്നുന്നു ഇത്തിരി വുഡ് എടുത്തിട്ട് ഇതിന് ഇങ്ങനെയും കുറച്ചെണ്ണം ഇവിടെയും വെച്ചാൽ ചാർക്കോളാകും. ആ ചാർക്കോൾ ഒരു ഫ്യൂലാണ്. ഓക്കെ, അപ്പോൾ ഇതാവട്ടെ. ആയി മതി. ഇനി ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ എടുത്തിട്ട് അയണെടുത്ത് വെച്ചാൽ അയണാകും. പക്ഷെ അതിന് മുമ്പ് ഇത്ര അയൺ പോരാ, ഇത്ര അയണല്ല, ഇത്ര ചാർക്കോൾ പോരാ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തോന്നൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, ഇവിടെ ഒരു സ്റ്റോറേജ്, അതിനെ എവിടെയായിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയത് ഞാൻ നോക്കുമ്പോൾ ഇവിടെയായിട്ട് ഉണ്ടാക്കാമെന്ന് തോന്നുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് അവിടെയായിട്ട് സ്റ്റോറേജ് വരാൻ കറക്റ്റ് ഒരു ഇതായിരിക്കും. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ വീട്ടിനുള്ളിൽ കയറിയിട്ട് ഇത്തിരി പ്ലാങ്ക്സ് എടുക്കാം, അല്ല ഓക്ക് ലോഗ് എടുക്കാം. അതിന് ശേഷം നമുക്കൊരു ഷവൽ വേണം. ഷവലോടെ എൻ്റെ കയ്യിൽ ഷവലില്ല തോന്നുന്നു. ഷവലില്ല, ശരി തന്നെ. നമുക്കപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിളിൽ പോയിട്ട് പ്ലാങ്ക്സ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിനിങ്ങനെ വെച്ച് സ്റ്റിക്കാക്കിയിട്ട് ഇതിന്ന് സ്റ്റോൺ എടുക്കണം. ഒരു മിനിറ്റ്, ഒരു അയൺ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അയൺ ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ഷവലുണ്ടാക്കാൻ വരണം. നമുക്ക് വേണമെങ്കിൽ ഇത് ആർമറെല്ലാം സെറ്റ് ചെയ്യാനായി സാധിക്കും. ഇതൊക്കെ ഇവിടെ നിന്നാവട്ടെ. ഇതിൽ വേണ്ടാത്തതൊക്കെ നമുക്ക് ഇവിടെ തന്നെ വെക്കാം. ഇത് വേണ്ട. ഈ ബോണൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ യൂസ് അറിയില്ല എന്നല്ല, ഞാൻ എൻ്റെ കയ്യിലൊക്കെ കൊണ്ടുവയ്ക്കുന്നത് ഈ ക്ലേ ബാഡ്. ഇത് വേണം. ടെറാക്കോട്ട ഇങ്ങനത്തെ സംഭവമൊന്നും വേണ്ട നമുക്ക്. ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ കുറേ ചവർ പോലത്തതൊക്കെ കിട്ടി എനിക്ക്. ഈ സ്ട്രിങ്ങൊക്കെ എടുത്ത് ഇവിടെ ഇട്ട് വയ്ക്കാം. ഇനി നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടി കൊണ്ടുവന്ന് ലോഗോ എടുത്ത് വെച്ച് ഈ ഹെൽമെറ്റ് ഒന്ന് റിപ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് എത്ര ഹൈറ്റ് വേണം? ഈ ഒരു ഹൈറ്റ് തന്നെ പോരെ. രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഷവലെടുത്ത്, അയ്യോ ഇത് ഓവർ പവറായി പോയി. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു ലോഗ് ഇരുന്നോട്ടെ. എനിക്കാണെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിൽ കളിച്ചിട്ട് എനിക്കിതിൽ കളിക്കാനേ കിട്ടുന്നില്ല. ഇതില്ലേ നമ്മുടെ ഒരു ഇത്, ഞാനിവിടെ സ്ലാബ് വെച്ചിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഇറക്കിയിട്ടുണ്ടാക്കാം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചു മാറ്റാം. ഇതൊന്ന് കുഴിച്ചു മാറ്റിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ കുഴിച്ചു മാറ്റിയിട്ടുണ്ട്. ഇതന്നെ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു സ്റ്റോറേജ് ഏരിയ തന്നെ നമുക്കവിടെ റെഡിയാക്കാം. ഈ സൈഡിലുള്ള റീപ്ലേസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു സിമിട്രി കിട്ടുന്നില്ല. പക്ഷേ എന്താ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ടുപേര് ചെസ്റ്റ് വെക്കണ്ടേ. അപ്പോൾ നമുക്ക് ഒരു ലെയറും കൂടി ഇവിടുന്ന് റിമൂവ് ചെയ്യണം. ഇവിടുന്ന് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതൊന്ന് റിമൂവ് ചെയ്യട്ടെ ഞാൻ. അങ്ങനെ ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇരുട്ടായി, ഞാൻ പോയി കിടക്കട്ടെ ആദ്യം. അയ്യോ, വഴിയും കാണാൻ പറ്റുന്നില്ല, സ്ക്രീൻ ഭയങ്കര ചെറുത്. എൻ്റെ ബെഡ് മേലോട്ടാണ്. ഇവിടെ ഇത്തിരിയും കൂടി ടോർച്ച് വെക്കായിരുന്നു.
കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കിടക്കാം. സ്ലീപ്പ് ത്രൂ ദ നൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് കുറേ ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അടിയിലൊക്കെ കൊണ്ടുപോയി വെക്കണം. അതിനുവേണ്ടി നമുക്ക് എന്തോന്ന് ചെയ്യണം? നേരെ ആദ്യം അടിയിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ കുഴിച്ച് ഒരു ഗ്രൗണ്ട് സെറ്റപ്പ് വേണം. ഗ്രൗണ്ടിൽ നമുക്ക് സ്ലാബ് വെക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മളുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്ത് പോയിട്ട് സ്ലാബ് എടുത്തിട്ട് വരാം. എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫുഡുണ്ടാ? ഫുഡില്ല. ഡൈനിങ് കോട്ടൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ അയണിങ് കോട്ടെല്ലാം കയ്യിലോട്ടെടുത്ത് ഇതിൻ്റെ പകുതി ഇവിടെ ഇതിങ്ങനെ വെച്ച് ചാർക്കോൾ ഉണ്ടാക്കാം. അതേസമയം തന്നെ നേര് വന്നത് നമ്മളിപ്പോൾ എന്തെടുക്കാനായിരുന്നു വന്നത്? സ്ലാബ്. അപ്പോൾ എൻ്റെ കയ്യിലാകെ ഒരു സ്ലാബ് ഇടുകയൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇത്തിരി എടുത്തിട്ട് ഇതിനെല്ലാം പ്ലാങ്ക്സ് ആക്കാം. ഇതിൽ പോയി നോക്കി അവിടെ സ്ലാബിൻ്റെ ഇത് കാണിക്കുമോ? സ്ലാബ് ഇവിടെ കോക്ക് പ്ലാങ്ക്സ് ആണ്. സ്ലാബിൻ്റെ ഇത് കാണിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. എന്തെന്ന് കാണിക്കത്ത്? ഇവിടെ സ്ലാബിൻ്റെ കാണിക്കുന്നതാണല്ലോ. അപ്പോൾ കാണിച്ച്. ഓക്കെ. അയ്യോ ഞാൻ കൂടെ ഒരു ബട്ടനൊക്കെ ഉണ്ടാക്കി. എന്തിനാണോ എന്തോ. നമ്മളിപ്പോൾ 36 സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് അവിടെ റീപ്ലേസ് ചെയ്യാം. അയ്യോ ഇത് ബാക്ക് ഡോറാണ്. ഒക്കെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ചാടി ഇറങ്ങി ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്യണം. ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഇവിടെ നമ്മളുടെ ഡബിൾ ചെസ്റ്റ് പറഞ്ഞാൽ ഇവിടെയൊക്കെ ഡബിൾ ചെസ്റ്റ് ആണ്. പക്ഷെ സാധാരണ ഡബിൾ ചെസ്റ്റൊക്കെ ഇവിടെ ആയിരിക്കും. പക്ഷെ അവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ചെസ്റ്റ് ആയിരിക്കും. മെയിന് പറഞ്ഞാൽ ഈ അയൺ വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരിക്കും അവിടെ. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്നിട്ട് ചെസ്റ്റ് കുറേ ഉണ്ടാക്കണം. അത് ഞാൻ ഇതൊന്ന് സോർട്ട് ചെയ്യട്ടെ. ഇതെല്ലാം സോർട്ട് ചെയ്യട്ടെ. ഞാൻ ഈ അയണൊന്ന് മെൽട്ടാകാൻ വെച്ചിട്ടുണ്ട് അടുത്ത ട്രിപ്പ്. അതിനുശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ചെസ്റ്റ് ഉണ്ടാക്കാം. അപ്പം അതിന് ആവശ്യമായ ഇതെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു സ്റ്റേക്ക് ഇതെടുത്തിട്ട് ഇവിടെ മറ്റേത് കാണിക്കുന്നില്ലല്ലോ. 8 ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 8 ചെസ്റ്റ് മതിയാവില്ല തോന്നുന്നു. ഇല്ല, മതിയാവില്ലായിരിക്കും. നമുക്ക് അപ്പോൾ താഴെ കൊണ്ടുപോയിട്ട് ഒന്ന് വെച്ച് നോക്കാം. 8 ചെസ്റ്റ്. ഇതവിടെ ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. ലവ് ബേർഡ്സ് അല്ല, തത്ത. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അയ്യോ ഇത് സ്ലാബ് ആയതുകൊണ്ട് ഇവിടെ വെക്കാൻ പറ്റുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. ഇവിടെ എയറിലാണ് വെക്കാൻ പറ്റണത്. എയറിലെങ്കിൽ എയറിൽ നമുക്ക് വെക്കാൻ പറ്റണം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഇതേപോലെ തന്നെ ഇവിടെ എല്ലാം ഒന്ന് വെക്കണം എനിക്ക്. ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഇതാണപ്പം ഗതി. ഇവിടെ മാത്രം നമുക്ക് ആക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ഇപ്പുറത്തെ സൈഡും ചെയ്യണം, ഇപ്പുറത്തെ സൈഡും ചെയ്യണം. ഈ 2 സൈഡും ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിവിടെ സ്റ്റോറേജ് എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറേജ്. ഈ സീരീസ് കഴിയണ വരെ ഇതായിരിക്കും നമ്മളുടെ മെയിൻ സ്റ്റോറേജ് എന്നാണ് തോന്നുന്നത്. അപ്പം നമ്മളിതവിടെ ചെസ്റ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇതവിടെ 2 ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതാണപ്പോൾ നമ്മുടെ സ്റ്റോറേജ്. അത്യാവശ്യം നല്ലപോലെ വുഡ് ചിലവായി ഈ ഒരു സ്റ്റോറേജ് റെഡിയാക്കാനായിട്ട്. കയറി വരുമ്പോൾ തന്നെ 2 സൈഡ് മറ്റേതൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറേജ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കുറേ പേര് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ നമ്മൾ ഇന്ന് പറഞ്ഞ ഗോളൊക്കെ കംപ്ലീറ്റ് ആക്കി, മറ്റേ ചെസ്റ്റ് ഉണ്ടാക്കണമെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.